നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമുക്കെപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ ഈർച്ചയും പിന്നെ ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് മാനസിക അസ്വസ്ഥത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സുഖവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുകയും എപ്പോഴും അസ്വസ്ഥമായിരിക്കുകയും എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളൊക്കെ വളരെയധികം വൈകല്യം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സമാധാനവും സന്തോഷവും ഒരു അന്തരീക്ഷം വീട്ടിൽ കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ആരോഗ്യപരമായി വളർന്നു വരാൻ പറ്റുള്ളൂ. മാത്രമല്ല, കുട്ടികൾക്ക് സമൂഹമായിട്ട് ഇടപെടണമെങ്കിൽ തന്നെ വീട്ടിൽ ആരോഗ്യപരമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ അത്തരം കുട്ടികൾ പുറത്തുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരം പിന്നെ സമ്പർക്കങ്ങളെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമ്മളൊരു സമ്പർക്കവും പ്രോത്സാഹിപ്പിക്കത്തില്ല, നമ്മുടെ കുട്ടികൾ കുറഞ്ഞു പോകും. ഇപ്പം ഞാൻ പറയാൻ വന്നത്, ഈ ജനറ്റിക്കായിട്ടുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സൈക്കിള് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്ത്, മാതാപിതാക്കൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അതിന് വേണ്ട കറക്റ്റ് ആൾക്കാരെയൊക്കെ കണ്ട് കാര്യങ്ങൾ പരിഹരിച്ചാൽ കുട്ടികളിലെങ്കിലും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനും അടുത്ത തലമുറയിലേക്ക് പ്രശ്നങ്ങൾ ചെല്ലാതിരിക്കാനും നമുക്ക് സഹായിക്കാൻ കഴിയും. പലരും ഇത് മൂടി വെച്ച് ഡോക്ടറെയൊന്നും കാണാതെ ഭാര്യ സഹിച്ചോട്ടെ, ഭർത്താവ് സഹിച്ചോട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിപ്പിച്ചിരിക്കും. കുട്ടികളായിരിക്കും അതിൻ്റെ ബലിയാടുകളാകുന്നത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളിൽ ടീനേജിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും മാനസികമായ പല അസ്വസ്ഥതകളും ഉൾവലിയിലും കരച്ചിലും അമിതമായ ദേഷ്യവും വ്യക്തിത്വ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പല പേരൻസും വിളിക്കാറുണ്ട്. കുട്ടിക്ക് 12 വയസ്സും 11 വയസ്സും ഒക്കെയുള്ള കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവനോടൊന്ന് സംസാരിക്കാമോ, അവളോടൊന്ന് സംസാരിക്കാമോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ധാരാളം പേരൻസ് വിളിക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. മാതാപിതാക്കളിലെ പല പ്രശ്നങ്ങളുമാണ് കുട്ടികളിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനറ്റിക്കായിട്ടുള്ള ഒരു സൈക്കിള് തന്നെത്താനെ ബ്രേക്ക് ചെയ്യത്തില്ല. ഒരു ജനറ്റിക്കായിട്ട് ഉള്ള ഒരു ഇൻഫ്ലുവൻസ്, പാരമ്പര്യമായിട്ടൊരു കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, പേരൻസ് അത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയും പേരൻസ് അത് ഒളിച്ചു വയ്ക്കുകയും പേരൻസ് അതിനെ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അന്തരീക്ഷം, ജെനറ്റിക്സ് മാത്രമല്ല അവിടെ എൻവയോൺമെൻറ്റും കൂടെ കുട്ടിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് ജെനറ്റിക്കലായിട്ട് കിട്ടുന്നുമുണ്ട്, അതിൻ്റെ കൂടെ മോശപ്പെട്ടൊരു എൻവയോൺമെൻറ്റും ഉണ്ടാകുന്നു. ഇപ്പം ഇൻസെക്യൂരിറ്റി ഉള്ള, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ഒരു പേരൻ്റ് ആണെങ്കിൽ ആ പേരൻ്റ് ആരോഗ്യപരമായി ഒരു കുടുംബജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കത്തില്ല. അവർ പലതരത്തിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും, വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഒരു കുട്ടി അതിന് കൂട്ടുകാരേ ഇല്ല, അതിന് ആരുമായിട്ടും ബന്ധങ്ങളില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അച്ഛന് ആരുമായിട്ടും അവരിടപെടുന്ന ഇഷ്ടമല്ല, ബന്ധുക്കാരോട് പോലും സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഇപ്പോൾ ഒരു വീട്ടിലും പോകാൻ സമ്മതിക്കത്തില്ല. സ്വാഭാവികമായിട്ടും അപ്പോൾ കുട്ടിക്ക് കൂട്ടുകാരില്ല. വീട്ടിലാരെങ്കിലും കൂട്ടുകാർ അന്വേഷിച്ച് വന്നാൽ തന്നെ അവരോട് ദേഷ്യപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ജെനറ്റിക്സ് അച്ഛൻ്റെ പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ആ കുട്ടിക്ക് അതിനെ അതിജീവിക്കാൻ, ആ ജെനറ്റിക് സൈക്കിളിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റും കൂടി അവിടെ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി വളരെ ലിമിറ്റഡായിട്ട് ജീവിച്ച് പുറത്തെങ്ങും പോകാതെ, ആരോടും മിണ്ടാതെ, ബന്ധുക്കളോടൊന്നും ഇടപെടാതെ, ആരും വീട്ടിൽ വരുന്നത് അച്ഛനും ഇഷ്ടമല്ല. അപ്പോൾ അമ്മ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. കുട്ടിക്ക് അതിൽ കുറേ കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ആ കൂടെ തളർന്നു. കുട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കുട്ടിയുടെ പ്രശ്നമായിട്ടാണ് അമ്മ വിളിക്കുന്നത്, പക്ഷേ പ്രശ്നം അച്ഛൻ്റെയാണ്. അപ്പോൾ അച്ഛനത് ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ദോഷഫലങ്ങൾ മുഴുവൻ കുട്ടിക്ക് കിട്ടി. ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റും കൂടെ മോശമായി കഴിയുമ്പോൾ ആ കുട്ടി രോഗിയായിപ്പോവും. അപ്പോൾ ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങളോ മാനസിക പ്രശ്നങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളൊന്ന് പരിഹരിക്കാൻ ശ്രമിച്ചാൽ കുട്ടിയുടെ ആ എൻവയോൺമെൻറ്റെങ്കിലും ഒന്ന് ബെറ്റർ ആവും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പം ഇന്നിപ്പം ഞാനൊരു സ്കൂളിൽ നിന്ന് വന്നതാണ്. ആ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞത്, അവിടെ വളരെ ദേഷ്യപ്പെടുന്ന, കൈയൊക്കെ ഇങ്ങനെ ഞെരിപിരിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, പല്ലൊക്കെ ഇറുമുന്ന ഒരു കുട്ടിയുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ സംബന്ധിച്ച് അമിതമായ ദേഷ്യമാണ് ആ കുട്ടിക്ക്. ഇത് പേരൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അമ്മ മാത്രമാണ് ചെല്ലുന്നത്.
അമ്മ ഇപ്പം അങ്ങനെ സമാധാനിപ്പിച്ചൊക്കെ ഇഞ്ഞ് പോരും. പക്ഷെ അവിടെ അച്ഛൻ ഇതേ പ്രശ്നമുള്ള ആളാണ്. ഇത് ടീച്ചേഴ്സിനറിയാം, സ്കൂളിലുള്ളവർക്കറിയാം. പക്ഷെ അത് പരിഹരിക്കാൻ അമ്മയെ കൊണ്ടത് സാധിക്കുന്നില്ല. അച്ഛനോട്ട് സ്വയം അത് മനസ്സിലാക്കുന്നുമില്ല. അതിൻ്റെ പരിണിത ഫലം എന്താ? കുട്ടിയും കൂടെ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പല വീടുകളിൽ സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത തലമുറയെങ്കിലും ഒന്ന് രക്ഷിക്കാനുള്ള ഇടപെടലുകളുണ്ടാണ്. വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയുള്ള വീടുകളിൽ കുട്ടികളെ രക്ഷിക്കാനുള്ള സാമൂഹിക പ്രവർത്തനമുണ്ട്. കുട്ടികൾക്കെങ്കിലും മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം കൊടുക്കാനായിട്ട് അതിനൊക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വീടിനകത്തോട്ട് ആർക്കും കയറി നോക്കാനോ വീടിനകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരുപാട് വീടുകളിലാണ് സ്ത്രീയോ പുരുഷനോ ഒക്കെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് അതിൻ്റെ ഭരണിത ഫലം ആ കോ ഡിപ്പെൻഡൻസി വീട് മുഴുവൻ അനുഭവിക്കുന്ന ഒത്തിരി വീടുകൾ ഇന്ന് സമൂഹത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം വീടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, വിദേശത്ത് പോയ മലയാളികളുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോടും വൈകാരിക പ്രശ്നങ്ങളോടും വ്യക്തിത്വ പ്രശ്നങ്ങളോടും ഒക്കെ നമ്മൾ വളരെ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. അതിനെ നമുക്കിന്ന് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തമായി നമുക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയുന്നത് പല പേരൻറ്റും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, സാറേ കൗൺസിലിങ്ങിന് പോയാൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയാൽ ഭയങ്കര ചിലവാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എല്ലാവരോടും സമൂഹത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഈ മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ മാനസികാരോഗ്യ രംഗത്തുള്ള പ്രവർത്തനമൊക്കെ ഒരു ചിലവായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്കത് വലിയ എക്സ്പെൻസ് ആണെന്നൊക്കെ തോന്നുന്നത്. അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് കാണേണ്ടത്, ഒരു നിക്ഷേപമാണ്. ഇന്ന് നിങ്ങളുടെ മാനസികാരോഗ്യം ഒന്ന് രക്ഷപ്പെട്ടാൽ ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. എത്രയോ പേരിൽ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. പലരോടും ഇതൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ പോവാതിരുന്ന ആൾക്കാർ പിന്നീട് പോയി അതിൻ്റെ നല്ല അനുഭവങ്ങൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ താങ്ക് യു, ജീവിതത്തിൽ അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, ജീവിതം മെച്ചപ്പെട്ടു, വീട് രക്ഷപ്പെട്ടു, കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ഇപ്പം നമ്മൾ ഇത് ചിലവാണ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലോ. കാർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, വീട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ അവനവനെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് എല്ലാം ചിലവായിട്ട് തോന്നുന്നത്. കാറും ഫോണും ഒക്കെ സർവീസ് ചെയ്യുന്നതുപോലെ മനുഷ്യനും ചില സർവീസുകൾ ആവശ്യമാണ്. അതിൻ്റെ മദർ ബോർഡൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് പല ഭീകരമായ അവസ്ഥകളും ഉണ്ടാകും. അത് ശരിയാക്കിയെടുക്കാൻ മനുഷ്യൻ്റെ റിപ്പയറിങ്ങും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒരു വീട്ടിൽ ഒരാൾ ഇതിനെയൊക്കെ ഒളിച്ചു വെച്ചും മറച്ചു വെച്ചും ഇരിക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരെയും അത് ബാധിക്കുകയാണ്. ആ വീടുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരെ പോലും ഇത് ബാധിക്കുന്നുണ്ട്. പല ആൾക്കാരും ഇതൊക്കെ വന്ന് പറയുന്നത് കൊണ്ടും സമൂഹത്തിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതുകൊണ്ടും പറയുകയാണ്. ദുരന്തങ്ങളാണ് നമ്മൾ സമ്മാനിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ബന്ധുക്കൾക്ക് എല്ലാം ദുരന്തമാണ്. നമ്മളിത് പൊതിഞ്ഞ് കെട്ടി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയോ ആരെങ്കിലും പോയി കാണുകയോ ഒരു ചെറിയൊരു നീക്കം പോലും വലിയ മാറ്റങ്ങളുണ്ടായി. ഇനിയും പൈസയൊന്നും ഇല്ലാതെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനത്തെ നല്ല സേവനങ്ങൾ അവൈലബിളാണ്. വളരെ മിടുക്കരായ ഡോക്ടേഴ്സൊക്കെ അവൈലബിളാണ്. ഒന്ന് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും. പരിശ്രമിക്കുക. സാമൂഹിക സംഘടനകളും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സഹായങ്ങൾ എടുക്കാം. പക്ഷെ അവനവനൊന്ന് ഇറങ്ങിയാലല്ലേ അതിനൊരു തുടക്കമാവുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുട്ടികളുടെ ഈ സോഷ്യോ ഇമോഷണൽ എബിലിറ്റി വർദ്ധിക്കണമെങ്കിൽ അവർ പുറത്തിറങ്ങുകയും കളിക്കുകയും സൗഹൃദങ്ങളുണ്ടാകുകയും ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപെടുകയും അയൽക്കാരുമായിട്ട് ഇടപെടുകയും പരിസ്ഥിതിയുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യണം. കുട്ടികളത് ചെയ്യാത്തതിൻ്റെ വലിയ ദോഷം ഇന്ന് കുട്ടികളിലെല്ലാം ഇനി പേരൻസിന് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിലും കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന സ്റ്റഡീസൊക്കെ പറയുന്നത് അടുത്ത തലമുറ ഇതുവരെയുള്ള എല്ലാ തലമുറയും അതിൻ്റെ പ്രീവിയസ് തലമുറയെക്കാളും മെച്ചപ്പെട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പേരൻസിൻ്റെ തലമുറയെക്കാളും മെച്ചപ്പെട്ട കരുത്തും കഴിവും സാധ്യതകളും ഉള്ളവരായി വന്നെങ്കിൽ ഇനിയും വരാൻ പോകുന്ന തലമുറ കുറഞ്ഞു പോകുമെന്നുള്ള വലിയ ആശങ്ക വലിയ രാജ്യങ്ങളിൽ വരെയുണ്ട്. അമേരിക്കയിലെ ഒരു സ്റ്റഡി ഞാൻ വായിക്കുകയായിരുന്നു. സ്വീഡൻ പോലുള്ള രാജ്യങ്ങളൊക്കെ സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് വൈഫൈ ഒക്കെ കുറച്ച് കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് ഓൺലൈൻ സാന്ദ്രത കുറച്ച് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. അവർക്ക് സൗഹൃദങ്ങളില്ല, കളികളില്ല, പുറത്തു പോകുന്നില്ല,
അവർ ലേസി ആയിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ തകരാറുണ്ട്, അവരുടെ മാനസികാരോഗ്യത്തിൽ തകരാറുണ്ട്, വൈകാരിക പ്രശ്നങ്ങൾ കൂടുന്നു. ഇതൊക്കെ മാറ്റാനായിട്ട് ഓരോ രാജ്യങ്ങളും അവരവരുടേതായ രീതിയിൽ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യപരമായ ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവർ പുറത്തിറങ്ങി കളിക്കുകയും കുട്ടികളുമായിട്ട് ഇടപെടുകയും മനുഷ്യരുമായിട്ട് ഇടപെടുകയും സമൂഹമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തെങ്കിലേ സാധിക്കുള്ളൂ. അതിനുള്ള സംവിധാനങ്ങൾ ഒരു സൊസൈറ്റിയുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഒരു കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ഉത്തരവാദിത്വമുള്ളത്, ആ സമൂഹത്തിനും കൂടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലോകരാജ്യങ്ങളിലൊക്കെ വികസിത രാജ്യങ്ങളിലൊക്കെ വലിയ സോഷ്യൽ വർക്കാണ് കുട്ടികളെ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. സ്കൂളുകളിലൊക്കെ അവർ വീട്ടിലെങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കാനും അതിനനുസരിച്ച് വീടുകളിൽ പോലും ഇടപെടാനും ഒക്കെയുള്ള വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാനഡയിലൊക്കെയുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കുകയും വീട്ടിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഏജൻസി, അതിന് കറക്റ്റായിട്ടുള്ള ഏജൻസി അത് അറിയിക്കുകയും അവർ വന്ന് വീട്ടിൽ അതിനെ തിരുത്തുകയും വേണ്ടി വന്നാൽ ശിക്ഷ നടപടികളൊക്കെ പേരൻസിനെതിരെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ്. കുട്ടികൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ രാജ്യത്തിന് ഭാവിയില്ല. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കാനായിട്ട് മാതാപിതാക്കളും സമൂഹവും എല്ലാം ശ്രമിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മളെക്കാളും മെച്ചപ്പെട്ട ഒരു ജനറേഷനായിട്ട് അവരെ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു കടപ്പാടാണ്, നമ്മുടെ ഒരു കടമയാണ്. അത് ചെയ്യാതെ നമ്മൾ അവരെ നമ്മളെക്കാളും കുറച്ച് കളയുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന് മുമ്പുള്ള തലമുറയുടെയാണ്. ഇപ്പോൾ പേരൻസിൻ്റെ തലമുറ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെക്കാളും കുറഞ്ഞു പോകരുത് നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികൾ. അവരെ മാനസികമായും ശാരീരികമായും വൈകാരികമായും ബുദ്ധിപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്കൂളുകളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അക്കാഡമിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് സ്കൂളുകളിലൊക്കെ ഉള്ളത്. ഞാൻ ഇന്ന് ഒരു സ്കൂളിൽ കുട്ടികളുമായിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു. കുട്ടികളുമായിട്ട് നന്നായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയുന്നില്ല. ശ്രദ്ധിക്കാൻ പോലുള്ള കഴിവ് അവരിൽ കുറഞ്ഞിരിക്കുന്നു. കാരണം ക്ലാസ്സുകളൊക്കെ വളരെ വളരെ സൂപ്പർഫിഷ്യലായി നടക്കുന്നു. ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല, ഒരു എൻഗേജ്മെൻറ്റും ഇല്ല, പാർട്ടിസിപ്പേഷൻ ഇല്ല. അങ്ങനെ ഇരുന്ന് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം വന്നാൽ പോലും അതിനോട് എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യണമെന്നുള്ള ആ കൾച്ചർ പോലും കുട്ടികളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു 2-2.5 മണിക്കൂറുള്ള ഒരു സെഷൻ ഒരു സ്കൂളിലെ സീനിയർ കുട്ടികളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടു അവരെ ആ ഒരു അറ്റൻഷൻ സ്പാനിലേക്ക് കൊണ്ടുവരാനും ആ ഒരു ഡിസിപ്ലിനിലേക്ക് ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ കൊണ്ടുവരാൻ വളരെ ശ്രമം എടുക്കേണ്ടി വന്നു. കാരണം ആ ഓറിയൻറ്റേഷനൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിപ്പിച്ചിരുത്താനും കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും അവരിൽ നിന്ന് കൂടി ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവരെ ആക്റ്റീവായിട്ട് അവരെ നിലനിർത്താനൊക്കെ പറ്റുള്ളൂ. അവരുടെ ശാരീരിക ആരോഗ്യത്തെപ്പറ്റിയൊക്കെ വിദ്യാഭ്യാസം ചിന്തിക്കണം. ഓടുകയും ചാടുകയും കളിക്കുകയൊക്കെ വേണം. അവർക്ക് കല വേണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ വേണം, മനുഷ്യ സൗഹൃദം വേണം. കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെ എല്ലാം കൂടെ മിണ്ടാതിരുത്താനല്ല ഇനിയുള്ള കാലത്ത് ശ്രമിക്കേണ്ടത്. ഇനി അവരെ മിണ്ടിക്കാനാണ് ശ്രമിക്കേണ്ടത്. വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അവർ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ എൻഗേജ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലേ അവർ സ്മാർട്ടായിട്ട് വളർന്നു വരുള്ളൂ. കാലം മാറി. പണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ പരിപാടി ഇനിയും തുടർന്നാൽ വലിയ അപകടമായിരിക്കും. കുട്ടികൾ കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെയുള്ള വേദികളും അവസരങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും കുട്ടികളുടെ കൂട്ടായ്മകൾ, മനുഷ്യൻ്റെ കൂട്ടായ്മകളൊക്കെ കൂടുതൽ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ പല സംഘടനകളും വിളിക്കുന്നുണ്ട്, സാറേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്. സത്യം പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി അല്ല കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കേണ്ടത്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കൊക്കെ നല്ല ഓറിയൻറ്റേഷൻ, എങ്ങനെയാണ് ഒരു കുടുംബത്തെ ഓർഗനൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭവനത്തെ ഓർഗനൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്കിനി കുട്ടികളെ മെച്ചപ്പെടുത്താൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെയാണ് ഇനിയും ക്ലാസ്സുകൾ വേണ്ടത്. പരീക്ഷ ഇതേതാണ്ട് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ലോകം അവസാനിക്കുക എന്നുള്ള മട്ടിലല്ല നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത്. പരീക്ഷയെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് വലിയ പേടിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ പരീക്ഷയെ പറ്റിയുള്ള പേടി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികളെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. ജീവിതത്തിന് വേണ്ടി അവരെ മിടുക്കരാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി പരീക്ഷയിൽ ഒരു മികവുള്ളവരായിക്കോളും. ജീവിതത്തിന് വേണ്ടി ഒരുക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് പരീക്ഷയൊക്കെ അവർ കാണേണ്ടത്. അവർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട മാർക്ക് അവർക്ക് വേണ്ട ഗ്രേഡൊക്കെ അവർ തന്നെ മനസ്സിലാക്കി
അവർ പഠിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അതൊക്കെയാണ് ലോകരാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളെ ഒരു ഓട്ടോണമിയിലേക്ക് നയിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തെപ്പറ്റി അവർക്ക് തന്നെ ലക്ഷ്യങ്ങൾ വെച്ച് പോരാടാനും പിന്നെ അതിനുവേണ്ടി മെനക്കെടാനും കഷ്ടപ്പെടാനും ഒക്കെ അവർ തന്നെ തീരുമാനിക്കുന്നു. അവർക്ക് വേണ്ടത് എന്താണെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഇതങ്ങനെയല്ല. അവർക്ക് വേണ്ടത് എന്താണെന്നൊക്കെ പേരൻ്റ് തീരുമാനിക്കുന്നു, എന്നിട്ട് തള്ളുകയാണ്. കുറേ കഴിയുമ്പോൾ തളർന്നു വീഴുന്നു. ഇതാണ് നടക്കുന്നത്. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അവരെ ഒരു ഓട്ടോണമിയിലേക്ക് നയിക്കണമെങ്കിൽ ചെറിയ പ്രായം മുതലേ ആ രീതിയിൽ നമ്മൾ അവരുടെ പഠനത്തെയും ഒക്കെ പതുക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടേതാക്കി മാറ്റണം. അവരെ കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ പറ്റി ചിന്തിപ്പിക്കണം. ഞാൻ ഇന്ന് സ്കൂളിലെ കുട്ടികളോട് ചോദിച്ച 14-15 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ച ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ആരായിരിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും, ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമോ? അതൊന്നും ചിന്തിക്കാൻ പോലുമുള്ള ഒരു പ്രാപ്തി പല കുട്ടികൾക്കും ഇല്ല. കാരണം നമ്മൾ ഈ വർഷത്തിനപ്പുറത്തേക്ക് അവരെ ചിന്തിപ്പിച്ചിട്ട് പോലുമില്ല. അതാണ് കുട്ടികളുടെ ഒരു കുഴപ്പം. ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒന്ന് ദർശനം കാണാൻ, ചിന്തിക്കാൻ, വിഷ്വലൈസ് ചെയ്യാൻ, അതിനുവേണ്ടി എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുത്താലേ എനിക്ക് അവിടെ എത്താം, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ അവരെ നയിക്കുമ്പോഴാണ് അവർ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പേരൻസൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തെയൊക്കെ കാണുക. നമ്മൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. കുട്ടികൾക്ക് അവർ നോക്കുമ്പോൾ നമ്മൾ നല്ല ആത്മവിശ്വാസവും ധൈര്യവും നല്ല മാനസികാരോഗ്യവും നല്ല വൈകാരിക പക്വതയൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് വളർന്നു വരാനുള്ളൊരു നല്ല അന്തരീക്ഷം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് പോസിറ്റീവാണോ എന്ന് ഓരോ പേരൻറ്റും ഉറപ്പ് വരുത്തണം. അവർക്ക് നെഗറ്റീവായിട്ടുള്ള വഴക്കും ബഹളവുമുള്ള ദേഷ്യവും പ്രശ്നങ്ങളുമുള്ള ഒരു അന്തരീക്ഷം കൊടുത്താൽ ആ കുട്ടികളുടെ ജീവിതമൊക്കെ വളരെ മോശമായിപ്പോയി. ഇക്കാര്യത്തിൽ വളരെ എല്ലാവരും ചിന്തിക്കുക. ആവശ്യമില്ലാത്ത കമ്പാരിസൺസൊക്കെ നമ്മൾ നടത്തുന്നത് പലപ്പോഴും നമ്മുടെ വൈകല്യങ്ങൾ കൊണ്ടാണ്. എപ്പോഴും അവരെ വഴക്ക് പറയുക, അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അവരോട് ബഹളം വയ്ക്കുകയും ആങ്സൈറ്റി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല. അപ്പോൾ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് അവരെ മെച്ചപ്പെടുത്താനായിട്ട്, അവർക്ക് നല്ലൊരു അന്തരീക്ഷം കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ രൂപപ്പെട്ടു വരും. അതിനുള്ള ഒരു ദർശനം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക. നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ ഒരു കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ കുട്ടികളെയും നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ കുട്ടികളെ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെയും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ചേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടുത്തി കളയാമെന്നും ആരും ചിന്തിക്കരുത്. കാരണം അവരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റു കുട്ടികളുടെ സ്വാധീനത്തിലൊക്കെ അവർ വീഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വാധീനിക്കാൻ വരുന്നവരും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ആശംസകൾ. ഹാപ്പി ലിവിങ്.